നമ്മളൊരു കളർ പേപ്പറാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ 4 കോർണറിലും 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 1 2. ഇനി ഈ സൈഡിൽ ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിൽ 2 ഇഞ്ച്, അങ്ങനെ 4 സൈഡും 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഡോട്ടൊക്കെ ഒന്ന് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ലൈനിൻ്റെ അടുത്തായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് കൂടെ ലൈനാക്കിയിട്ട് ഇനി നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ലൈന് ഒന്ന് ഫോൾഡ് ചെയ്യാം. അതുപോലെ ഈ സൈഡും ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രെയിം നല്ല ഒരു ഷേപ്പിൽ വരും. നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് എല്ലാതും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഈ 4 സൈഡും നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ 4 സൈഡും കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഈ ഒരു ബോക്സ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു ബോക്സിലും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നേർ ഓപ്പോസിറ്റായിട്ട് ഈ ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ നമ്മളിതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഈ ചെയ്യുന്നത് ചെറിയൊരു ഫ്രെയിമാണ്. ഇതിൻ്റെ ഒരു വലിയ പേപ്പറും അതുപോലെ വലിയൊരു മെഷർമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വലിപ്പമുള്ള ഫ്രെയിമൊക്കെ ഇതുപോലെ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു ഫ്രെയിമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ സ്ക്വയറിൻ്റെ 4 മൂലയിലും ഒരു ചെറിയ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ 4 കോർണറിലുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് കൂടെ കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ ഈ ക്രാഫ്റ്റ് നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്നുകൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു നൈഫാണ് തോന്നിയത്, അത് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് സിസേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, പക്ഷെ ഒന്നുകൂടി ബെറ്റർ ക്രാഫ്റ്റ് നൈഫാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ഫോൾഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ഷേപ്പ് വന്നെന്ന് വരില്ല നമ്മളെ ഈ ഫ്രെയിമിന്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ കൊടുത്തത് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പേപ്പറിൻ്റെ ഒക്കെ എൻഡിലുള്ള ഈ ഒരു ഏരിയ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഗമ്മ് ഒട്ടിക്കാൻ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കോട്ടൺ ബഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഗമ്മ് ആവില്ല. ഓവറായി ഗമ്മ് ആവുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പാവും. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ ബഡാണ്. അതുപോലെ തൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത ഏരിയ ഒക്കെ ഒട്ടി കിട്ടും. നമുക്ക് ഈ സൈഡും അതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് ഗമ്മ് അപ്ലൈ ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ സൈഡിലുള്ള അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക, എന്നാലേ കറക്റ്റ് സീറ്റിംഗ് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിങ്ങനെ ഈ ഏരിയ ഒന്നും ഒട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗമ്മ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഗമ്മൊന്ന് സ്പ്രെഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ മുകളിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫിനിഷിങ്ങിൽ ഫ്രെയിം നിൽക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഉള്ളിൽ ഒരു വൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ കറക്റ്റ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ വെക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.